റയലിലേക്ക് ഇല്ലെന്ന് തീരുമാനിച്ചു. ബാഴ്സയുമായി ധാരണയിലെത്തി. ഡെക്കോയുടെ അണിയറ നീക്കത്തിന് ആരാധകർ കൈയടിച്ചു. എന്നാൽ ട്രാൻസ്ഫർ ഇതുവരെ പൂർത്തിയായില്ല. സിറ്റിയിൽ നിന്ന് ബാഴ്സയിലേക്കുള്ള സ്പാനിഷ് താരം റോഡ്രിഗയുടെ മൂവ് ഇപ്പോഴും പാതി വഴിയിലാണ്. നേരത്തെ ബാഴ്സ മുന്നിൽ വെച്ചൊരു ഓഫർ സിറ്റി തള്ളിയിരുന്നു. 60 മില്യൺ യൂറോയുടെ പുതിയൊരു ഓഫർ ബാഴ്സ സിറ്റിക്ക് മുന്നിൽ വച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ സിറ്റി 80 മില്യൺ ആണ് ബാഴ്സയോട് ആവശ്യപ്പെടുന്നത്. അടുത്ത വർഷം സിറ്റിയുമായുള്ള റോഡ്രിഗയുടെ കരാർ അവസാനിക്കാനിരിക്കുകയാണ്. താരം കരാർ പുതുക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അടുത്ത വർഷം റോഡ്രി ഫ്രീ ഏജന്റ് ആവുന്നത് സിറ്റിയെ സംബന്ധിച്ച് നഷ്ടക്കച്ചവടമാണ്. ഇപ്പോഴാണെങ്കിൽ മാർക്കറ്റിൽ റോഡ്രിക്ക് വൻ ഡിമാൻഡുമാണ്. അതിനാൽ തന്നെ പരമാവധി അത് മുതലാക്കാനുള്ള നീക്കത്തിലാണ് ഇംഗ്ലീഷ് ക്ലബ്ബ്. റോഡ്രിയുടെ വിടവ് നികത്താൻ ലില്ലയിൽ നിന്ന് അയൂബ് ബവാദിയെ ടീമിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സിറ്റി. ആ ഡീൽ ഇതുവരെ പൂർത്തിയായിട്ടില്ല. നേരത്തെ പൊന്നും വില കൊടുത്ത് ഏലിയറ്റ് ആൻഡേഴ്സനെ നോട്ടിംഗ്ഹാമിൽ നിന്ന് റാഞ്ചിയ സിറ്റിയുടെ റഡാറിൽ എൻസോ ഫെർണാണ്ടസ് കൂടിക്കൊണ്ട്. എൻസോ മരസ്കിയാണ് അർജന്റീൻ താരത്തെ തട്ടകത്തിലെത്തിക്കാൻ അണിയറ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 120 മില്യൺ യൂറോയാണ് ചെൽസി എൻസോക്കായി ചോദിക്കുന്നത്. താരം ചെൽസിയിൽ തുടരണം എന്നാണ് സാബി അലോൺസോയും മാനേജ്മെന്റും ആഗ്രഹിക്കുന്നത്. അതേസമയം താരസമ്പന്നമായി തങ്ങളുടെ ബിഗ് സ്ക്വാഡിലെ മറ്റു പലരെയും വിറ്റഴിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് ചെൽസി. മാലോ ഗുസ്റ്റോക്കായി സിറ്റി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ചെൽസി ഫ്രഞ്ച് താരത്തിനായി ചോദിക്കുന്നത് 75 മില്യൺ പൗണ്ടാണ്. വിനീഷ്യസിന് കിട്ടില്ല എന്ന് ഉറപ്പായതോടെ മറ്റൊരു ലെഫ്റ്റ് വിംഗർക്കായുള്ള അന്വേഷണങ്ങൾ ആഴ്സണൽ ആരംഭിച്ചു തുടങ്ങിയതായി റിപ്പോർട്ടുണ്ട്. നേരത്തെ ക്ലബ് ബ്രൂഗയിൽ നിന്ന് ക്രിസ്റ്റോസ് സോൾസിനെ ടീം തട്ടകത്തിലെത്തിച്ചിരുന്നു. മറ്റൊരാളെ കിട്ടുകയാണെങ്കിൽ മാർട്ടിനെല്ലിക്കായി വരുന്ന ഓഫറുകളും ടീം പരിഗണിക്കും. 2027 ബ്രസീലിയൻ താരത്തിന്റെ കരാർ അവസാനിക്കാനിരിക്കുകയാണ്. തങ്ങളുടെ ബാക്ക് ലൈനെ ശക്തിപ്പെടുത്താനുള്ള നീക്കവും ഗണ്ണേഴ്സ് നടത്തി വരുന്നുണ്ട്. സലീബയും ടിംബറും പരിക്കിന്റെ പിടിയിലാണ്. എസ്രി കോൺസെ ഗണ്ണേഴ്സിന്റെ റഡാറിൽ ഉള്ളൊരു പേരാണ്. എന്നാൽ 60 മില്യൺ പൗണ്ടാണ് ആസ്റ്റൺ വില്ല കോൺസെക്കായി ചോദിക്കുന്നത്. 40 മില്യൺ വരെയൊക്കെ കൊടുക്കാൻ ഒരുക്കമാണ് ഗണ്ണേഴ്സ്. റയോ വയക്കാനോയിൽ നിന്ന് ലെഫ്റ്റ് ബാക്ക് പെപ് ചാവറിയ ചെൽസിക്കൊപ്പം ചേരുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ടീം ഇക്കുറി തട്ടകത്തിൽ എത്തിക്കുന്ന 9ാമത്തെ താരമാണ് 28-കാരൻ ചാവറിയ. 4 പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ പോർച്ചുഗീസ് താരം പെഡ്രോ നെറ്റോയെ സ്വന്തമാക്കാൻ ചെൽസിക്ക് മുന്നിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. സിറ്റിയും ഗണ്ണേഴ്സും ഒക്കെ അക്കൂട്ടത്തിലുണ്ട്. ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനങ്ങളൊന്നുമായില്ല. മുത്തരിക്കിന്റെ ലോൺ മൂവിനുള്ള സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട്. റൊണാൾഡ് അരോഹയെ ലോണിൽ ബാഴ്സയിൽ നിന്ന് തട്ടകത്തിലെത്തിച്ചാണ് ലിവർപൂൾ ഈ സമ്മറിൽ നടത്തിയ ഏക നീക്കം. ബാർക്കോളയെ PSG നിന്ന് റാഞ്ചാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. 145 മില്യൺ പൗണ്ടാണ് PSG ഫ്രഞ്ച് താരത്തിനായി ചോദിക്കുന്നത്. എന്നാൽ ഇത്രയും വലിയൊരു തുക മുടക്കാൻ ലിവർപൂൾ തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. ഫെറാൻ ടോറസ് ബാഴ്സ വിട്ട് PSG ചേക്കേറുന്നതിന്റെ വക്കിലാണ്. ട്രാൻസ്ഫർ തുകയിൽ ഇരു ക്ലബ്ബുകൾക്കുമിടയിൽ ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്. PSG മുന്നോട്ട് വെച്ച 40 മില്യൺ യൂറോയുടെ ഒരു ഓഫർ ബാഴ്സ തള്ളി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. ബാഴ്സയുമായുള്ള ടോറസിന്റെ കരാർ അടുത്ത വർഷം അവസാനിക്കാനിരിക്കുകയാണ്. ഇനി കരാർ നീട്ടുകയാണെങ്കിൽ ടോറസിന്റെ പഴയ ക്ലബ്ബ് സിറ്റിക്ക് ബാഴ്സ 8 മില്യൺ യൂറോ വരെ നൽകേണ്ടി വരും. സോ ടീം വിടാൻ തീരുമാനിച്ച താരത്തിന്റെ ട്രാൻസ്ഫർ ലാഭക്കച്ചവടമാക്കാനാണ് ബാഴ്സയുടെ തീരുമാനം. സെർജിയോ ബുസ്കറ്റ്സിനെ പോലെയൊരു കളിക്കാരനെ ബാഴ്സ സാവിയുടെ കാലത്ത് തിരിയുകയായിരുന്നു. അതേസമയം ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ ഫ്രാങ്കി ഡിയോങ് പിവോട്ട് റോളിൽ കളം നിറഞ്ഞു. മാക്ബേണിലും കസാഡോയുമൊക്കെ റീപ്ലേസ്മെന്റ് ഓപ്ഷനുകളായി. ഫ്ലിക്ക് ആ പ്രതിസന്ധികളെ മനോഹരമായി പരിഹരിച്ചു. അതിനാൽ തന്നെ ബാഴ്സയ്ക്ക് ഒരു മിഡ്ഫീൽഡ് ഓപ്ഷൻ ഇക്കുറി അനിവാര്യതയൊന്നുമായിരുന്നില്ല. അതിനിടയിലാണ് ഡിയോങ്ങിന് പരിക്കേറ്റത്. 4 മാസത്തോളം താരം പുറത്തിരിക്കേണ്ടി വരും എന്ന് ഉറപ്പായി. റോഡ്രി റയൽ ഡീൽ ചർച്ചകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതുവരെ നിശബ്ദനായിരുന്ന ഡെക്കോ ഉടനെ ഒരു അണിയറ നീക്കം നടത്തിയത്. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു. അതുവരെ റയലിലേക്ക് പോകാൻ ഒരുങ്ങി നിന്ന റോഡ്രി താൻ ബാഴ്സയിലേക്ക് പോവുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു. റോഡ്രി കറ്റാലൻ കൂടാരത്തിലെത്തിയാൽ സെർജിയോ ബുസ്കറ്റ്സിനെ തിരിച്ചു കിട്ടിയത് പോലെയാകുമെന്ന് പറഞ്ഞു വെക്കുകയാണ് ആരാധകർ. നമ്പർ 9 റോളിലെ പ്രതിസന്ധികൾ ബാഴ്സയ്ക്ക് ഇനിയും പരിഹരിക്കാനായിട്ടില്ല. ഹൂലിയൻ അൽവാരസിന്റെ വാതിൽ ഏറെക്കുറെ അടഞ്ഞ മട്ടാണ്. ഈ സമയത്ത് ബാഴ്സയെയും അർജന്റീൻ താരം ലൗതാരോ മാർട്ടിനസിനെയും ചുറ്റിപ്പറ്റിയ ഒരു റൂമർ അന്തരീക്ഷത്തിലുണ്ട്. അതെത്ര കണ്ട് പോസിബിൾ ആകുമെന്ന് അറിയില്ല. മാർക്കസാഡോ ഇക്കുറി ബാഴ്സ വിടാനുള്ള ഒരുക്കത്തിലാണ്. താരത്തിനായി പല വമ്പൻ ക്ലബ്ബുകളും വലവിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റോഡ്രി ഡീൽ സാധ്യമാകില്ല എന്ന് ഉറപ്പായതോടെ റയൽ മാഡ്രിഡ് ആരാധകർ വലിയ നിരാശയിലാണ്. നിരവധി സൈനികങ്ങൾ നടന്നൊരു സീസണിൽ ടീമിന്റെ യഥാർത്ഥ പ്രശ്നം ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ബെർണാഡോ സിൽവയാണ് ടീം ഇക്കുറി കൊണ്ടുവന്ന ഏക മിഡ്ഫീൽഡർ. അതുകൊണ്ടൊന്നുമാകില്ലെന്ന് മാനേജ്മെന്റും ആരാധകർക്കും നല്ല ബോധ്യമുണ്ട്. കിരീടമില്ലാത്ത 2 സീസണിലും ടീം മിഡിൽ വലിയ ക്രൈസിസുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇനി ഒരു മിഡ്ഫീൽഡർക്കായി ടീം വലയെറിയുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. തിയാഗോ പിറ്റാർച്ചിനെ വച്ച് ഓട്ടയടക്കാനാണ് ശ്രമം.
അത് എത്ര കണ്ട് എഫക്റ്റീവ് ആകും എന്ന് കണ്ടറിയണം. പോയ സീസണിൽ പിറ്റാർച്ച് അവസരം ലഭിച്ചപ്പോഴൊക്കെ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട്. എന്നാൽ എക്സ്പീരിയൻസിൻ്റെ അഭാവം റയൽ എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയണം. ഗണ്ണേഴ്സിൻ്റെ മാർട്ടിൻ സുബിമെൻഡി, ക്രിസ്റ്റൽ പാലസിൻ്റെ ആദം വാട്ടൻ തുടങ്ങിയ പേരുകളൊക്കെ റയലിനെ കണക്ട് ചെയ്ത് ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ ക്ലബ്ബ് നിലവിൽ ഇരുവർക്കുമായുള്ള മൂവിന് മുതിർന്നിട്ടില്ല.